നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സംഘടനാ റിപ്പോർട്ട് പറയുന്നു തിരുത്തൽ വഴി എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് നേതാക്കളടക്കം ജനങ്ങളുമായുള്ള ബന്ധം കുറയുന്നുവെന്ന CPM സംഘടനാ റിപ്പോർട്ട്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും ശുദ്ധിയും സുതാര്യതയും ഉറപ്പാക്കണമെന്ന് പാർട്ടി നിർദ്ദേശം പാലിക്കാത്ത ചിലരുണ്ട്. സംഘപരിവാറിന് സ്വാധീനമുണ്ടാക്കുന്ന വിധത്തിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലേക്കും പടരുന്നുണ്ട്. CPM ഇല്ലാതാക്കാൻ സംഘപരിവാറിന് ദീർഘകാല പദ്ധതിയും ഹ്രസ്വകാല പരിപാടിയും ഉണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ സിൽവർ ലൈൻ മുന്നോട്ട് എന്ന രണ്ട് പ്രധാന പദ്ധതികളുമായി ബന്ധപ്പെട്ട വാർത്ത. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് നവകേരള നയരേഖ. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. ശബരി വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കും. റെയിൽവേ, മെട്രോ, റോഡ് ജലഗതാഗത സംവിധാനങ്ങൾ ചേർത്ത് അതിവേഗ മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം കൊണ്ടുവരും. ഒപ്പം CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. മന്ത്രി P രാജീവ്, എളമരം കരീം എന്നിവർ സമീപം ഉള്ള ഒരു ചിത്രം. BJP വിരുദ്ധ പോരാട്ടം, കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന കാരാട്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ആദായനികുതി ബില്ല് ഏത് അക്കൗണ്ടും സ്വമേധയാ പരിശോധിക്കാം എന്ന തലക്കെട്ടോടുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി. പുതിയ ആദായനികുതി ബില്ലിൻ്റെ സ്വകാര്യ ഡിജിറ്റൽ അക്കൗണ്ടുകൾ പരിശോധിക്കാം. ബില്ലിലെ 247 അനുച്ഛേദത്തിലാണ് ഇതിനുള്ള അനുവാദം ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. അതിന് വലതുഭാഗത്തായി SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലെ SDPI ഓഫീസുകളിലും കേന്ദ്രങ്ങളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് 12 കേന്ദ്രങ്ങളിലായിരുന്നു തിരച്ചിൽ. ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഛേത്രി വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയും എന്ന തലക്കെട്ടോടുള്ള വാർത്ത. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി തീരുമാനം മാറ്റുന്നു. വിരമിക്കൽ പിൻവലിച്ച ഛേത്രി AFC ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരത്തിൽ വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയും. ചോദ്യക്കടലാസ് ചോർച്ച, മുഖ്യപ്രതി ഷുഹൈബ് അറസ്റ്റിൽ. സ്കൂൾ പരീക്ഷാ ചോദ്യക്കടലാസ് ചോർത്തിയ കേസിലെ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങി. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് ചെങ്കൊടി ഇല്ലാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിൻ്റെ സ്ഥിതി, ഇന്ത്യയുടെ സ്ഥിതി, കേരളത്തിൻ്റെ സ്ഥിതി. AK ബാലൻ. വ്യത്യസ്തമായൊരു വിപ്ലവ ലഹരിയെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തീവണ്ടിക്കുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചുവെന്ന വാർത്ത നൽകുന്നു. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട തീവണ്ടിക്കുള്ളിൽ കുഴഞ്ഞു വീണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് മരിച്ചു. കുണ്ടറ മാമ്മൂട് മുണ്ടൻചിറ മാടൻകാവ് ക്ഷേത്രത്തിന് സമീപം സംകൃതം വീട്ടിൽ പ്രദീപാണ് വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചത്. സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരുന്നു. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്ത. മൂലധന നിക്ഷേപത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് പിണറായിയുടെ നവകേരളത്തിലുള്ള പുതുവഴികൾ. മാറ്റിടും ചട്ടങ്ങളെ. അടിസ്ഥാന സൗകര്യ മേഖലയടക്കം കുതിച്ചുചാട്ടമുണ്ടാക്കി മധ്യവർഗത്തിൻ്റെ പിന്തുണ ലക്ഷ്യമിട്ടുള്ളതാണ് രേഖ. ഇടതുഭാഗത്ത് ലണ്ടൻ മന്ത്രി ജയശങ്കറിന് നേരെ ഖലിസ്ഥാനി ആക്രമണ സംഘം. ലണ്ടനിൽ സുരക്ഷ ഭേദിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് സമീപത്തേക്ക് എത്തിയ ഖലിസ്ഥാൻ അനുകൂലി. അതിന് താഴെയായി ബുൾഡോസർ രാജിൽ UPക്ക് സുപ്രീം കോടതി മുന്നറിയിപ്പ്. സുപ്രീം കോടതി വിധി ലംഘിച്ച് ഉത്തർപ്രദേശ് ബുൾഡോസർ രാജുമായി മുൻപോട്ട് പോയാൽ സർക്കാർ ചെലവിൽ അവ പുനർനിർമ്മിക്കുവാൻ നടപടിയെടുക്കുമെന്ന് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. അഭിഭാഷകനും പ്രൊഫസറും അടക്കം 5 പേരുടെ വീടുകൾ അവരുടെ ഭാഗം കേൾക്കാൻ സാവകാശം നൽകാതെ ഇടിച്ചു നിർത്തി. UP സർക്കാർ നടപടി ഞെട്ടിക്കുന്നതും തെറ്റായ സന്ദേശം നൽകുന്നതുമാണെന്ന് ജസ്റ്റിസുമാരായ അഭയ സോഗ, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ച് കുറ്റപ്പെടുത്തി. സ്ഥിരമായി വെടിനിർത്തിയാൽ മാത്രം ബന്ദിമോചനം. ട്രംപിന്റെ ഭീഷണി തള്ളി ഹമാസ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം. ചോദ്യചോർച്ച, മുഖ്യപ്രതി ഷുഹൈബ് അറസ്റ്റിൽ എന്ന വാർത്തയ്ക്കിടമുണ്ട്. SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് എന്ന വാർത്തയ്ക്കിടമുണ്ട്. സനാതന ധർമ്മ വിമർശനം, ഉദയനിധിക്കെതിരെ ഇനിയും കേസുകൾ വേണ്ട സുപ്രീം കോടതി. സനാതന ധർമ്മത്തെ വിമർശിച്ചതിന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ ഇനിയും FIR രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്രിമിനൽ കേസുകളും ഒന്നിച്ച് വിചാരണ നടത്തണമെന്ന ഉദയനിധിയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നിർമ്മിതബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ ആശയേറ്റവൻ്റെ ആശ കേന്ദ്രമാണ് ചെങ്കൊടി എന്ന സംസ്ഥാന സമ്മേളനത്തിൽ AK ബാലൻ. പക്ഷേ ആശമാർ കേന്ദ്രത്തിലേക്ക് പോകട്ടെ, ആശാ കേന്ദ്രത്തിലേക്ക് വേണ്ട എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകുന്നത്. കേരള കൗമുദിയും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിതീവ്ര വികസനത്തിന് CPM നയരേഖ. 10 ലക്ഷം പേർക്ക് കൂടി തൊഴിൽ ഉറപ്പാക്കും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഇടത് സർക്കാർ മൂന്നാമതും വരുമെന്ന് മുഖ്യമന്ത്രി. അതുപോലെ തന്നെ അതിൻ്റെ വലതുഭാഗത്തായി ജയശങ്കറിൻ്റെ വാഹനം തടഞ്ഞ ഖലിസ്ഥാൻവാദികൾ, സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തെന്ന ഇന്ത്യ. അതിൻ്റെ ഒരു രേഖാചിത്രം അതിനോടൊപ്പം നൽകുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായി ഖലിസ്ഥാനികൾ ലണ്ടനിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നേരെ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ക്രൂരത. 5 പേർക്ക് നഴ്സിംഗ് പഠന വിലക്ക്.
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ റാഗിങ്ങിന്റെ പേരിൽ ഹോസ്റ്റൽ അതിക്രൂരമായി പീഡിപ്പിച്ച 5 സീനിയർ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുന്നതിന് ആജീവനാന്ത വിലക്ക്. ലഹരി മാഫിയ കുട്ടികളിലേക്കും കണ്ണടയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് ലഹരിമരുന്ന് മാഫിയയുടെ വിഷപ്പല്ലുകൾ കുട്ടികളിലേക്ക് നീളുകയാണെന്നും യാഥാർത്ഥ്യത്തോടെ കണ്ണടയ്ക്കാനാകില്ലെന്നും ഹൈക്കോടതി. ജാമ്യം കാലയളവിൽ കുറ്റം ആവർത്തിച്ച ലഹരി കേസ് പ്രതി മലപ്പുറം ചിറ്റത്തുപാറ സ്വദേശി മുഹമ്മദ് ഷിബിലിന്റെ ജാമ്യം റദ്ദാക്കിയാണ് ജസ്റ്റിസ് VG അരുണിന്റെ നിരീക്ഷണം. ഇന്ന് നാളെയും ചൂട് കൂടും. സംസ്ഥാനത്ത് ഇന്ന് നാളെയും സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് 3ാം ഇടതുഭരണം ഉറപ്പ് ആര് നയിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് MV ഗോവിന്ദൻ ആ കാർട്ടൂണിന്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. പുതിയ കേരളത്തിന് പഴയ വിജയൻ പോരാ എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ആശാവർക്കർമാരുടെ സമരം നുണക്കഥകൾ പൊളിഞ്ഞു വീണു. മന്ത്രി വീണയ്ക്ക് മിണ്ടാട്ടമില്ല. ആശാപ്രവർത്തകർക്ക് സംസ്ഥാനം ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നും പുറത്തു വന്നതോടെ മിണ്ടാട്ടമില്ലാത്ത സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്രം കുടിശ്ശിക ഉൾപ്പെടെ നൽകാനുണ്ടെന്നും അത് കണക്കിലെടുക്കാതെ ജനുവരി വരെയുള്ള ഓണറേറിയം സംസ്ഥാനം നൽകിയെന്നും മന്ത്രി മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രം കണക്ക് നിരത്തിയപ്പോൾ മന്ത്രിയുടെ വാദം പൊളിയുകയായിരുന്നുവെന്ന് ജന്മഭൂമിയുടെ വാർത്ത. അതിന് വലതുഭാഗത്തായി ദേശീയ സഹകരണ നയത്തിൻ്റെ കരട് തയ്യാറായി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒപ്പം ഉത്തരാഖണ്ഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്വായിലെ മാർഗംഗ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ചിത്രം അതിനോടൊപ്പം ഇന്ന് ജന്മഭൂമി ആദ്യ പേജിൽ നിന്ന് നൽകുന്നുണ്ട്. കേരളമടക്കം 12 SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്, രേഖകളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ജന്മഭൂമി ഇടതുഭാഗത്ത്. S ജയശങ്കറിന് നേരെ ബ്രിട്ടനിൽ ആക്രമണം, പിന്നിൽ ഖലിസ്ഥാനികൾ, വാഹനത്തിന് നേർക്ക് പാഞ്ഞെടുത്തു, ദേശീയപാത വലിച്ചു കീറി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ജന്മഭൂമിയാണ്. താഴെയായി കേരളത്തിൽ 10 നഗരങ്ങളിലെ തരിശുഭൂമി കണ്ടെത്താൻ കേന്ദ്ര സർവേ, വിവിധ സംസ്ഥാനങ്ങളിലെ നഗരസഭകളിലെയും ഉപയോഗരഹിതമായ സർക്കാർ ഭൂമിയുടെ കണക്കെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാർ സർവേ കേരളത്തിൽ തുടങ്ങി. രാജ്യത്തെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 198 കോടി അനുവദിച്ചു. സഹകരണ ബാങ്കുകളിലെ അഴിമതി സംബന്ധിച്ച് CPM പ്രവർത്തന റിപ്പോർട്ട്. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ അഴിമതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വേട്ടയാടുമെന്നും തുറന്നു സംബന്ധിച്ച CPM സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ട് എന്ന വാർത്ത. ചോദ്യപേപ്പർ ചർച്ച, ഷോയേബ് ക്രൈംബ്രാഞ്ചിന് കീഴടങ്ങി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. സ്കൂൾ കുട്ടികളിൽ പോലും മയക്കുമരുന്ന് മാഫിയയുടെ വിഷപ്പല്ലുകൾ എത്തിയെന്ന ഹൈക്കോടതി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. ദീപികയിലേക്ക് വരുമ്പോൾ SDPI ഓഫീസുകളിൽ ED റെയ്ഡ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക ആദ്യ പേജിൽ തന്നെ. അതിന് വലതുഭാഗത്തായി BJPക്കെതിരായ പോരാട്ടത്തിന് കോൺഗ്രസ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന പ്രകാശ് കാരാട്ട്. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് അതുപോലെ തന്നെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദീപിക ആദ്യ പേജിൽ തന്നെ. അനധികൃത ബോർഡുകളിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. എന്തുമാകാമെന്നാണ് വിചാരം? രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ കളിയാക്കുന്നു. സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ഉത്തരവുകൾ പിൻവലിക്കാം എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത്. ഒപ്പം S ജയശങ്കറിന് നേരെ ലണ്ടനിൽ ഖലിസ്ഥാൻവാദികളുടെ ആക്രമണശ്രമം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ആദ്യ പേജിൽ. ഏറ്റവും താഴെയായി ന്യൂഡൽഹിയിലെ ന്യൂ ഗാർഡൻ ലൈനിൽ കിഷൻഗണ്ഡിലും വസന്ത് കുഞ്ച് സ്റ്റേഷനും ഇടയിൽ 1550 മീറ്റർ നീളമുള്ള ഭൂഗർഭ ടണലിൻ്റെ നിർമ്മാണം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പൂർത്തിയാക്കിയപ്പോൾ ടണൽ ബോറിംഗ് മെഷീന് ഇടയിലൂടെ കയറിൽ നിന്ന് ആഹ്ലാദം പങ്കിടുന്ന തൊഴിലാളികൾ. അതിന് വലതുഭാഗത്തായി ആദായ നികുതി ദീപിക റിപ്പോർട്ടിലെ ആശങ്ക പങ്കുവച്ച് MPമാർ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു ദീപിക. അതായത് വ്യക്തി സ്വാതന്ത്ര്യം വഹിക്കുന്നതും ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നതും പുതിയ ആദായ നികുതി നിയമത്തിലെ വിവാദ 247 വകുപ്പിനെതിരെ പാർലമെന്റ് സമിതി യോഗത്തിൽ വിമർശനം. ഇത് സംബന്ധിച്ച് ഇന്നലത്തെ ദീപിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് MPമാർ വിമർശിച്ചിരുന്നത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ നവകേരളത്തെ നയിക്കാൻ പുതുവഴി 20 ലക്ഷം തൊഴിൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. അതിന് താഴെയായി ബദൽ പോരാട്ടം കേരളം നയിക്കുന്നു കാരാട്ട് എന്ന തലക്കെട്ടോടുകൂടി കാരാട്ടിൻ്റെ ഇന്നത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇടതുഭാഗത്തിൽ ലണ്ടനിൽ ജയശങ്കറിനെതിരെ ഖലിസ്ഥാൻവാദികളുടെ ആക്രമണശ്രമം എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദേശാഭിമാനി. അതിന് താഴെയായി ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും MV ഗോവിന്ദൻ. അതായത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുന്ന നിലയിലേക്ക് എത്തിയത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വികസന രേഖ സെനിന് നിർദ്ദേശം. വികസനം ഫീസിലൂടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക വിഭാഗങ്ങളാക്കി ഫീസ് സിൽവർ ലൈൻ നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ. അതിൽ പ്രധാന നിർദ്ദേശങ്ങൾ ഒരു കോളത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം നേതാക്കൾക്ക് ആർത്തി എന്ന ഒരു പ്രത്യേക പരാമർശം. ലീഗുമായി കൂട്ടില്ല എന്നുള്ള തലക്കെട്ടോടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോളം. അതിന് താഴെയായി കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴി. മാതാവിനെ ആക്രമിച്ചത് പിതൃമാതാവിൻ്റെ കൊലപാതകം അറിയിച്ച ശേഷം ഞെട്ടിലോടെ നിന്ന മാതാവിനെ ചുറ്റിക കൊണ്ട് ആക്രമിച്ചു.
പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയിട്ടാണ് താൻ വന്നതെന്ന് മാതാവ് ഷെമിയോട് പറഞ്ഞിരുന്നുവെന്നും ഇതിനുശേഷമാണ് മാതാവിനെയും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതെന്നും കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴി. ഷെമിയോട് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചു എന്നാണ് വിവരം. മാല പണയം വയ്ക്കാൻ ചോദിച്ചിട്ട് നൽകാത്തതിനാലാണ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയതെന്നും മാതാവിനോട് പറഞ്ഞു. എന്തിനാണ് മോനെ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ഞെട്ടലോടെ നിൽക്കുമ്പോഴാണ് ഷെമിയെയും ചുറ്റിക കൊണ്ട് ആക്രമിച്ചതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഷെമിയോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുള്ളതിനാൽ പോലീസ് നിർദ്ദേശപ്രകാരം ബന്ധു വഴി മറ്റുള്ളവരുടെ മരണവും ഷെമിയെ അറിയിച്ചു. പൊന്നുപോലെ വളർത്തിയ ഇളയ മകൻ്റെ മരണം കേട്ട് ഷെമി പൊട്ടിക്കരഞ്ഞു. അഫാൻ ജയിലിലാണെന്നും ബന്ധു അറിയിച്ചു. ചോദ്യക്കടലാസ് ചോർച്ച മുഹമ്മദ് ഷുഹൈബ് അറസ്റ്റിൽ എന്ന വാർത്തയ്ക്ക് ചെറുകോളത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മലയാളം ആദ്യ പേജിൽ തന്നെ SDPI ഓഫീസുകളിൽ EDയുടെ പരിശോധന എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. ആദ്യ പേജിൽ ഇടതുഭാഗത്തായി പ്രോറേറ്റ് വ്യവസ്ഥ 2019 ഓഗസ്റ്റ് വരെ മാത്രം ബാധകമെന്ന മുൻ റീജിയണൽ PF കമ്മീഷൻ. പ്രോറേറ്റ് നടപ്പാക്കിയ ഉയർന്ന പെൻഷനിൽ EPFO നിയമലംഘനം നടത്തുന്നതായി സെൻട്രൽ PF കമ്മീഷണർക്ക് മുൻ റീജിയണൽ PF കമ്മീഷണർ റാം നിവാസ് ബർവയുടെ കത്ത്. കുഞ്ചുകുറുപ്പ് എന്ന മലയാള കാർട്ടൂൺ പരമ്പരയിൽ കോടതി ഉത്തരവ് ലംഘിച്ച് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിതോരണം കെട്ടിയതിന് പിഴ 3.5 ലക്ഷം രൂപ. നികൃഷ്ട ജീവികൾ എല്ലായിടത്തുമുണ്ട് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.